എത്രത്തോളം നിങ്ങൾക്കറിയാം എന്നുള്ളത് ആണ് നമ്മൾ ഒരു പ്രോഗ്രാം ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എല്ലാവരും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തോ? ഞാൻ പറയുമ്പോ സെൻഡ് എന്ന് പറയുന്ന സമയത്ത് സെൻഡ് ചെയ്താൽ മതി. റെഡി ആണെങ്കിൽ പറയാം. സെർച്ച് ചെയ്ത് എല്ലാം കിട്ടും. പക്ഷെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഒറ്റനോട്ടത്തിൽ നിങ്ങൾ എത്രത്തോളം ഇത്തരം ടൂളുകളുമായിട്ട് ഫെമിലിയർ ആണ് എന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് കൂടിയാണ്. ഓക്കെ, ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയണ്ട, ഞാൻ പറയുമ്പോ ഇട്ടാ മതി മുഹമ്മദ് സാർ. ഓക്കെ, ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 5 4 3 2 1 സെൻഡ്. ഓക്കെ, ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. സയ്യിദ് സാഹിബ് എത്ര കറക്റ്റ് ആയിട്ട് ആരാണ് ആദ്യം ഇട്ടതെന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അവർക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും സമ്മാനമൊക്കെ അയച്ചു കൊടുത്തോളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മള് എല്ലാരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചാറ്റ് GPT ആണ്. ഓൾമോസ്റ്റ് ആളുകൾ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തത് ജെമിനി എന്ന് പറഞ്ഞ ഗൂഗിളിന്റെ AI ടൂളാണ്. എഴുതിയിട്ടുണ്ട് ഇസാനൊക്കെ. മൂന്നാമത്തത് ക്ലൗഡ് AI എന്നുള്ളതാണ്. എന്റെ അറിവിൽ ഇത് കാര്യം എഴുതിയതായിട്ട് കാണുന്നില്ല. ക്ലൗഡ് AI ആരും എഴുതിയിട്ടില്ല. ഓക്കെ ഓക്കെ. നാലാമത്തത് ബിങ് ചാറ്റ്. മുഹമ്മദ് ഫൈസലാണ് കൂടുതൽ എഴുതിയത് അല്ലേ? 3 4 വൺ നോട്ട് തെറ്റാണ്. ഓക്കെ, 1 2 3. ഓക്കെ, നാലാമത്തത് മെറ്റ അല്ല ബിങ്, അഞ്ചാമത്തെ മെറ്റ, ആറാമത്തെ നോഷൻ. അത് എഴുതിയത് കുറവായിരിക്കും. അമീൻ എഴുതിയിട്ടുണ്ട്. ഏഴാമത്തത് ലിയാൻഡോ AI, ഒരു ഇമേജ് ജനറേഷൻ ആപ്പാണ്. നോഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കൊളാബറേറ്റീവ്, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്യുമെന്റ് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റേഷൻ ആപ്പാണ്. ലിയാൻഡോ AI എന്ന് പറയുന്ന ഒരു ഇമേജ് ജനറേഷൻ ആപ്പാണ്. മറ്റേത് ക്യാൻവ ഡിസൈനിങ് ആപ്പാണ്. താഴെ മെറ്റ AI ആണ്. പിന്നെ ഗ്രാമർലി, അതായത് ടെക്സ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റർ ആപ്പാണ്. അതിനുശേഷം ഗാമ, ലാസ്റ്റ് ഉള്ളത് കോപൈലറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആരാണ് എഴുതിയത്? ഇഹ്സാനാണ് തോന്നുന്നു. 1 2 3 4 5 6 എഴുതിയിട്ടുണ്ട്. ഇഹ്സാൻ നമ്മളെ വിജയായിട്ട് പ്രഖ്യാപിക്കുക. വേറെ അത്ര എഴുതിയതായിട്ട് ആരും കാണുന്നില്ല. ഫൈസലുണ്ട്. ആരാണ്? ഫൈസൽ ഉണ്ട് അല്ലേ? ഫൈസലല്ലേ? ഫൈസല് കോർട്രാനല്ല, വൺ നോട്ടും ഇല്ല, രണ്ടും തെറ്റുണ്ട്. അത് ഞാൻ ഫൈസലിനെ ഉദ്ദേശിച്ചത്. 6 പേര്, 6 ശരിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗാലക്സി 1 1 2 ഗൂഗിൾ AI 3 4. ഓക്കെ ഓക്കെ. എനിവേ, പിന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾക്ക് അറിയാം, കുറെ ആളുകൾ ചില വാക്കുകൾ മാത്രമേ പരിചയമുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്കറിയാം, പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയുടെ സാധ്യതകളെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് പുതിയ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷന് പൊതുവെ 2 രീതിയിലാണ് നടത്താറുള്ളത്. ഒന്ന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ് സ്വഭാവത്തിലും, മറ്റൊന്ന് നമുക്കൊരു അവയർനെസ് സ്വഭാവത്തിലുള്ള നമ്മളുടെ സാധ്യതകളും ഇതിനെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ സ്വഭാവത്തിലും. പേര് ഇന്നത്തെ സെഷൻ ഈ പറയുന്ന ഒരു പിന്നെ രണ്ടാമത്തെ രീതിയിലാണുള്ളത്. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ടൂള് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതിലുപരി നമ്മൾ ഇന്നിപ്പോ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും ചർച്ച എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഏതെങ്കിലും ടൂളുകൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, പുതിയ ടെക്നോളജിയുടെ മാറ്റം നമുക്കൊക്കെ സുപരിചിതമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടില്
ഓരോ പുതിയ പുതിയ ടെക്നോളജിയും 50 മില്യൺ ആളുകളിലേക്ക് എത്താൻ 60ഉം 50ഉം 40ഉം വർഷങ്ങൾ സ്ക്രീൻ കാണുന്നത് പോലെ ഇത്രയും സമയം എടുത്തിരുന്നു 50 മില്യൺ ജനങ്ങളിലേക്ക് ഇത്തരം ഒരു ടെക്നോളജി എത്താൻ. അതേ സമയത്ത് ഏറ്റവും അവസാനം ഈ സോഷ്യൽ മീഡിയയുടെ കാലമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വന്നിട്ട് ചാറ്റ് ജി പി ടിയിലേക്ക് എത്തുമ്പോൾ അത് വെറും ഒരു 60 ദിവസത്തേക്ക് അല്ലെങ്കിൽ 60 ദിവസം കൊണ്ടാണ് 50 മില്യൺ എത്തുന്നത്. അപ്പോൾ വിമാനം 50 മില്യൺ എത്താൻ 60 വർഷം എടുത്തെങ്കിൽ ചാറ്റ് ജി പി ടി 60 ദിവസം കൊണ്ടാണ് 50 മില്യൺ ആളിലേക്ക് എത്തുന്നത്. ഇതാണ് ടെക്നോളജിയുടെ മാറ്റം അല്ലെങ്കിൽ അതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഇതിന്റെ ഒപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അറിയാം വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കും. വീട്ടിലെ കുട്ടികൾ നമ്മൾക്ക് അത്യാവശ്യമൊക്കെ ടെക്നോളജി, ഇംഗ്ലീഷ് എല്ലാതിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഈ ടെക്നോളജി ഒരുപക്ഷെ അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളായിരിക്കും. ശരിയല്ലേ? യെസ് ഓർ നോ? അതെ അതെ. അതെ അതെ ആ, ഇത് ഇപ്പോ നമ്മൾ പലപ്പോഴും നമ്മള് കുട്ടികളോട് ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും പല കാര്യങ്ങളിലും. എങ്ങനെ ചെയ്യാന്നുള്ളത് പല കാര്യങ്ങളെ കുറിച്ച് കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കുട്ടികള് ഏതെങ്കിലും ഒരു സംശയം നിങ്ങളോടൊന്ന് ചോദിച്ചത്? ഏതെങ്കിലും സംഗതി ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം, നമ്മളെ വലിയ ലെവലൊക്കെ പരിഗണിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഡൗട്ട്സ് ചോദിക്കുന്ന, ഈ ഗെയിമിൽ എങ്ങനെ ഇത് ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇങ്ങോട്ട് ആരോടും ചോദിച്ചതായിട്ട് എത്ര പേർക്ക് അനുഭവം ഉണ്ടാവും? കുറവായിരിക്കും. യെസ് ഓർ നോ? കുറവായിരിക്കും. അതെ 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 അതെ. ഇതാണ് പുതിയ കാലത്തിന്റെ, നമ്മൾ ഒറ്റ വാക്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സംഗതിയാണ്. അതായത് ഇതിനെ കുറിച്ച് പറയപ്പെടുന്നത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു രാജ്യത്തേക്ക് കടന്നു പോവാണ്. ആ കടന്നു പോകുന്ന സമയത്ത് നമ്മളാണ് എന്താണ് മൈഗ്രേറ്റ്, അല്ലെങ്കിൽ നമ്മളാണ് അവിടെ കുടിയേറി പാർത്ത ആളുകൾ. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണ് അവിടുത്തെ ആ വാസികളാണ്, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് സ്ഥിരവാസികളാണ്. ഓക്കെ. അപ്പോ ഈ ടെക്നോളജി വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, ഏഹ് നമ്മുടെ ചെറിയ മക്കൾ ഇവിടുത്തെ സ്ഥിരവാസികളും നാട്ടുകാരും നമ്മൾ ഇതിലേക്ക് കയറി വന്ന ആളുകളാണ്. അതുകൊണ്ട് കയറി വന്ന ആളുകളാണ് സാധാരണ നാട്ടിൽ ചെത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക. നാട്ടുകാർ ഈ കയറി വന്ന ആളോട് ഒന്നും ചോദിക്കില്ല. ഇതാണ് അതിന്റെ ഒരു ബേസിക് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നോളജിയുടെ ഈ വേഗതയും അതിന്റെ മാറ്റവും. പുതിയ തലമുറയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് മുന്നോട്ട് പോകുന്നു. അതേസമയത്ത് നമ്മൾക്കാണ് ഇതിന്റെ കൂടെ എത്താനുള്ള കുറെ ഇടപാടുള്ളത്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് നല്ല സമയം അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊപ്പം പോകാനും അതിനപ്പുറം പോകാനൊക്കെ കഴിയും. അതാണെങ്കിൽ ഇത് കഴിയും എന്നുള്ള കാര്യത്തിൽ തിരക്കൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒരു അറ്റൻഷൻ കിട്ടേണ്ടി വരും. ഈ ജനറേഷന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇപ്പോ ഈ പറയുന്ന 2010 മുതൽ വരുന്ന ഒരു ജനറേഷൻ, നമ്മളെ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ആൽഫ ജനറേഷൻ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഈ ജനറേഷനിലൊക്കെ ഉള്ള ഒരു വ്യത്യാസം, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മളൊക്കെ അതിൽ ഏത് ജനറേഷനിലാണ് നോക്കുക, ആ ജനറേഷനിൽ എത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന പുതിയ ജനറേഷനുമായിട്ട് ഇങ്ങനെ ഒന്ന് പിന്നെ ഒത്തുപോവാൻ, അല്ലെങ്കിൽ അതിന് ടെക്നോളജി പരമായിട്ട് തന്നെ നമുക്ക് ഒത്തുപോകാനുള്ള ടൈം സ്വാഭാവികമായിട്ടും എടുക്കും. അപ്പൊ അതിന്റെ ഒരു വിഷയമാണ്. അതൊരു നമ്മളുടെ മാത്രം പ്രശ്നമല്ല, അതൊരു ആഗോള പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പുതിയ കാലത്ത് പിന്നെ അതിജീവിക്കണം, അല്ലെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ പിടിച്ചിരിക്കാൻ, പുതിയ കാലത്ത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ചില സ്കില്ലുകൾ നിർബന്ധമാണ്. അപ്പൊ അതിനെ അത്തരത്തിലുള്ള സ്കില്ലുകളെ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അതിനെ ചില കാറ്റഗറി ആയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനിയുള്ള കുട്ടികളാണെങ്കിലും നമുക്കാണെങ്കിലും ഇത്തരം സ്കില്ലുകൾ നിർബന്ധമായിട്ട് നമുക്ക് വേണം എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ലേണിംഗ് സ്കില്ല്, ലിറ്ററസി സ്കില്ല്, ലൈഫ് സ്കില്ല്. ഈ ലിറ്ററസി സ്കില്ല് എന്ന് പറയുന്നത് എഴുത്തും വായനയും മാത്രമല്ല, ഇൻഫർമേഷൻ, മീഡിയ ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഈ ടെക്നോളജിയിലാണ് AI അടക്കമുള്ള സാധ്യതകളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം, ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിന്റെ ഒരു റെലവൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഈ AI കുറിച്ച് 21st സെഞ്ചുറിയിലെ ഇല്ലിട്രസി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആൽവിൻ ടോഫ്ലർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, പുതിയ കാലത്ത് പിന്നെ നിരക്ഷരത എന്ന് പറയുന്നത് വായിക്കാൻ അറിയുക അല്ലെങ്കിൽ അറിയാതിരിക്കുക, എഴുതാൻ അറിയാതിരിക്കുക എന്നുള്ളതൊന്നല്ല.
അതിനപ്പുറത്തേക്ക് പുതിയ കാലത്ത് നമ്മളുടെ ഒരു മെത്തേഡായിട്ട് വരേണ്ടത് എന്ത് ചെയ്യാണ്, ലേൺ, അൺലേൺ, റീലേൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. അത് എഴുത്തും വായന എന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ പിന്നെ എന്താണ് അറിയാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അൺലേൺ ചെയ്യാതിരിക്കുമ്പോഴാണ്, റീലേൺ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്ക് ഇല്ലറ്ററേറ്റ് ആണ്. അപ്പൊ അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം, ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ കുറെ മറക്കണം, വീണ്ടും പഠിക്കണം. ഇതാണ് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ഞാൻ ഈ ചാറ്റ് ജി പി ടിയെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു. ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന, കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ടെക്നോളജിയെ കുറിച്ചൊക്കെ വലിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചകളും അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമല്ലാത്തൊരു ലോകത്ത് കാണുന്ന ഒരു സംഭവമായിരുന്നു എ ഐ എന്നൊക്കെ പറയുന്നത്. പെട്ടെന്നാണ് നമ്മളെ കയ്യിലേക്ക് ഒരു സാധനം വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ബില്യൺ കണക്കിന് ആളുകളാണത് എന്ത് ചെയ്യുന്നത്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നമ്മളെ കയ്യിൽ കിട്ടിയ പൈസ ചെലവില്ലാതെ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു എ ഐ ടൂളാണ് യഥാർത്ഥത്തിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ചാറ്റ് ജി പി ടി മാത്രമല്ല, ചാറ്റ് ജി പി ടി പോലുള്ള ഈ ആപ്പുകൾക്ക് ചാറ്റ് ബോട്ട് എന്നാണ് പറയുന്നത്. ചാറ്റ് ബോട്ട് മീൻസ് ഒരു നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഒരു റോബോട്ടിനെ പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു രൂപം. അപ്പൊ ഇതിനെ ടെക്നോളജി അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ലോകത്ത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെതായ ലോകത്ത് ഈ റോബോട്ടിന് പറയുന്ന പേര് റോ എടുത്ത് കളഞ്ഞിട്ട് ബോട്ട് എന്നാണ് പറയാം. ആക്ച്വലി നമ്മൾ കൊടുത്ത പ്രോഗ്രാം അനുസരിച്ച് ചെയ്യുന്ന റോബോട്ടുകൾ തന്നെയാണ്, കാണാൻ കഴിയാത്ത ഒരു റോബോട്ടുകളാണ് യഥാർത്ഥത്തിൽ ബോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുന്ന റോബോട്ടുകൾ, കാണാൻ കഴിയാത്ത റോബോട്ടുകൾ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞതാണ്. അപ്പോ ഈ ബോട്ട് എന്ത് എന്നുള്ളത് എന്റെ ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബോട്ടാണ്. അതായത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്ന, നമുക്ക് ചോദിക്കാവുന്ന, ഇപ്പുറത്തൊരു മനുഷ്യനെ ആയി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്ന ചാറ്റ് ബോട്ട്. ഇതേപോലെ വ്യത്യസ്ത ബോട്ടുകളുണ്ട്. ടെലഗ്രാമിലെ ബോട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് സത്യത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ അതിലേക്കൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും. അത് എന്താ വെച്ചാൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചിത്രങ്ങൾ നമ്മൾ ഇടുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി തരിക, അങ്ങനെ ബോട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ വീഡിയോ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വീഡിയോ ഫയലാക്കി ഡൗൺലോഡ് ചെയ്ത് തരിക. ഇതൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള ചില ബോട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ഈ പറയുന്ന ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് അതിന്റെ ഒരു ടെക്നോളജിയുടെ പേര് തന്നെയാണ്, കമ്പനി എന്നതിലുപരി. ചാറ്റ് ജി പി ടി ഒപ്പം തന്നെ ഓപ്പൺ എ ഐ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് യഥാർത്ഥത്തിൽ ചാറ്റ് ജി പി ടി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ വളരെ പെട്ടെന്ന് വന്നിട്ടുള്ള മറ്റൊരു എ ഐ ആപ്പായിരുന്നു ജെമിനി എന്ന് പറയും. ജെമിനി ആക്ച്വലി ഗൂഗിളിന്റെ ഒരു എ ഐ ആണ്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ചാറ്റ് ജി പി ടി വന്ന ഉടനെ തന്നെ ജെമിനിയും ആ രീതിയിൽ നമ്മളുടെ മുന്നിലെത്തി ചേർന്നിട്ടുള്ള ഒരു എ ഐ ടൂളാണ് ജെമിനി. അപ്പോ ഈ ജെമിനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടി മലയാളം തിരിയും എന്നുള്ളതാണ്. മലയാളം പറയാൻ അറിയും, മലയാളം ഡാറ്റ തരാൻ കഴിയും എന്നുള്ളതാണ് ജെമിനിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ചാറ്റ് ജി പി ടിയും ജെമിനി ഓരോ ആപ്പുകൾക്കും അതിൻ്റെതായ ഒരു നെഗറ്റീവ് പോസിറ്റീവ്സും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് കോപ്പൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ എ ഐ ചാറ്റ് ബോട്ട്, അതുപോലെ തന്നെ എ ഐ ആപ്പാണ് കോപ്പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തത് ക്ലൗഡി ആയി. ഇതുവരെ നിങ്ങൾ ഒരു വിഷയം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം അതാണ് ആരും ആ പേര് ചാറ്റ് ചെയ്തിട്ടില്ല. ക്ലൗഡ് ഐ എന്ന് പറയുന്നത് പിന്നെ റീസെന്റ് എത്തിയിട്ടുള്ള ഒരു എ ഐ ചാറ്റ് ബോട്ടാണ്. ഇത് ഒരുപക്ഷെ മറ്റുള്ള പല ആപ്പുകളെക്കാൾ കൂടുതൽ ഇതിന്റെ ഒരു ശ്രദ്ധേയത എന്ന് പറയുന്നത് അതിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി പിന്നെ കൃത്യമായിട്ടൊരു ഒരു ഹ്യൂമൻ ക്യാരക്ടറൊക്കെ സംവദിക്കുന്ന പോലെ നമുക്ക് സംവദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ തന്നെ അതിന്റെ ഫ്രീയിൽ തന്നെ നമുക്ക് ഡാറ്റ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഉദാഹരണമായിട്ട് ഒരു PDF, ഒരു നോവൽ, ഇപ്പോ പാത്തുമ്മയുടെ ആട് നോവൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ നോവല് വിശകലനം ചെയ്തിട്ട് നമുക്ക് എന്ത് ചോദിച്ചാലും പിന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരു പിന്നെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്, നിങ്ങളൊരു കമ്പനി നടത്തുകയാണ്, ആ കമ്പനിയുടെ മൊത്തം ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ എക്സൽ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും ദൂരീകരിച്ച് തരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിന്നെ ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഈ ക്ലൗഡ് എ എന്ന് പറയുന്നത്. പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന മറ്റൊരു എ ഐ ടൂളും ഇതേ പർപ്പസിൽ ഉള്ള ഒരു ഇതാണ്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള, അവിടെയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു, മെറ്റ എ ഐ. അത് നമ്മളുടെ വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഒപ്പം തന്നെ ഫേസ്ബുക്കിലും ഉള്ള
പിന്നെ അതിന്റെയൊക്കെ ഒരു അംബ്രല കമ്പനി ആയിട്ടുള്ള മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ AI ആണ് മെറ്റ AI, ഈ വയലറ്റ് റിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മെറ്റ AI കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ ഈ അവിടെയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. വാട്സാപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ലില്ല അത് അവൈലബിൾ ആക്കാൻ എന്താ എങ്ങനെ ചെയ്യണ്ടേ? ഇല്ലില്ല കഴിഞ്ഞിട്ടില് നിങ്ങൾക്ക് തന്നാൽ മാത്രമേ കിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകത ഇവിടെ ആയിട്ടില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏ ഇവിടെ എല്ലാവരും ആയിട്ടില്ല. ഇവിടെയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ പിന്നെ ആയിട്ടുണ്ട്. ഏ, അപ്പോ പിന്നെ വാട്സപ്പ് ചിലർ പറയുന്നത് തുറന്നാലും നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? ചിലർ പറയുന്നുണ്ട് നല്ല നല്ല ആൾക്കാർക്കൊക്കെ ആദ്യം കിട്ടുന്നുണ്ടെന്നൊക്കെ. എന്താണെന്നറിയില്ല. അത് ആ, ലൊക്കേഷൻ ബേസ്ഡ് ആണെന്ന് സംശയമുണ്ട്. കാരണം ഇന്ത്യൻ മൊബൈൽ അവിടെ ആ ലൊക്കേഷൻ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കിട്ടുന്നുണ്ട്, പക്ഷെ സൗദിയിലാണെങ്കിൽ ഉം, ഉം, ഉം. കിട്ടാറില്ല. ഇല്ല അല്ലേ? ലൊക്കേഷൻ ബേസിൽ തന്നെ ഇപ്പോ എല്ലാവർക്കും ഒരുമിച്ച് അല്ല കിട്ടിയത്. ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതില് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. എന്നാൽ തന്നെ അവര് തരണം. അതില് റിക്വസ്റ്റ് കൊടുക്കാനൊക്കെ അതിന്റെ പിന്നെ ഇതിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ഇതിൽ ചാറ്റ് ചെയ്തുകൊണ്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിലും പിന്നെ നമുക്ക് ഇതിന്റെ സൗകര്യം എന്താ വെച്ചാല് നമുക്ക് ചാറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ വേറൊരു ആപ്പ് തുറക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഏതിനും കൂടി ചാറ്റിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ജസ്റ്റ് അറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏയും കൂടി നമ്മൾ ചർച്ചയിൽ കയറും. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ ടാഗ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതിന് വേറെ ചാറ്റിലേക്ക് പോകേണ്ട, അതിന്റെ അകത്ത് തന്നെ നൽകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ പുതിയതായിട്ട് വന്നത് സംഭവിച്ചാല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഉള്ള ആളുകൾക്ക്. അതായത് പിന്നെ വാട്സാപ്പിൽ തന്നെ നമ്മുടെ അറ്റാച്ച് ബട്ടണിൽ ഇമേജിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റയുടെ ഇമേജ് ജനറേഷൻ ആപ്പ് നമ്മുടെ ഫോട്ടോക്ക് അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറ്റാച്ച് ബട്ടണിൽ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറ്റാച്ച് ബട്ടന്റെ അകത്ത് തന്നെ ഇമേജിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യാനൊന്നിപ്പോ വേറെ ആപ്പും തെരഞ്ഞു പോകേണ്ടതില്ല, ഇതിൽ തന്നെ നടക്കും എന്നുള്ളത് ഇതിന്റെ ഒരു സൗകര്യമാണ്. അതും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ ടു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സത്യത്തിൽ എന്താ വെച്ചാല് ഞാൻ കുറെ അതിന്റെ തിയറിയിലേക്കൊന്നും അധികം പോകുന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ഇന്റലിജൻസ് അത് മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. അതായത് പിന്നെ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും പഠിക്കുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവിനാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് AI എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നേരത്തെ നമ്മൾ പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ? നമ്മൾ പിന്നെ വീട്ടിൽ പല ഉപകരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ആ കാലത്തൊക്കെ നമുക്ക് ടെക്നോളജി നമ്മളെ സഹായിച്ചിരുന്നത് നമ്മുടെ എന്തിനായിരുന്നു, ഫിസിക്കൽ അധ്വാനങ്ങൾക്ക് അല്ലെങ്കിൽ ശാരീരിക അധ്വാനങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലക്കായിരുന്നു നമുക്ക് ടെക്നോളജി ഇത്രയും കാലമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ എത്തുമ്പോൾ ശാരീരിക അധ്വാനങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ ശരീര അധ്വാനങ്ങളെ കൂടാതെ മെന്റലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ലെവലില് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാണ്, മെഷീൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയോ? സ്വർണോ? യെസ്. അപ്പോ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ ശാരീരിക അധ്വാനങ്ങൾക്കാണെങ്കിൽ ഇപ്പോ നമ്മളുടെ പിന്നെ ഇന്റലക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്യാണ് മെഷീൻ വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, പലരും വീണ്ടും ചോദിക്കാം, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ കുറിച്ച് വെച്ചാല് നിങ്ങൾ ഒരു 20 കൊല്ലം മുമ്പിലേക്ക് പിറകിലേക്ക് ഒന്ന് തിരിച്ചു പോവുക, ഒന്ന് ആലോചിക്കുക. അപ്പൊ അന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണ്, അന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ക്യാഷിനെ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഡിവൈസുകളൊക്കെ ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ വന്ന ഉടനെ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പല കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ആലോചിക്കുക. ആ ടൈപ്പ് ചെയ്തിരുന്ന ആ പിന്നെ മറ്റുള്ള കോഡുകളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോ ഇന്നിപ്പോ ആലോചിക്കുമ്പോ അതൊക്കെ നമ്മള് പിന്നെ നമുക്ക് എന്താണ് തോന്നുക, അന്ന് വലിയ സംഭവമായിട്ട് നമ്മൾ കണ്ടിരുന്ന സാധനം പോലും ഇന്ന് എന്ത് ചെയ്യാണ്, നമുക്ക്
പിന്നെ പഴഞ്ചനായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നു വലിയ നമ്മൾ സംഭവമാക്കി വെച്ചിരുന്നത്. ഇപ്പൊ നമ്മള് ആലോചിക്കുമ്പോ ചിരിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മളിപ്പോ ഡിസ്കും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന ഒരു കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇത് പരിചയം പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ടെക്നോളജിയുടെ അന്നത്തെ കാലത്തുള്ള ആ ശൈശവാവസ്ഥയാണ് യഥാർത്ഥത്തിൽ എഐന്റെ കാലത്ത് ഇന്നുള്ളത്. അപ്പോ ഇതിലിപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ എന്താണ് അതിന് വേറെ ഭാഷ ഉപയോഗിക്കുന്നത്, ഇപ്പോ ഒരു ഡയപ്പർ ഇട്ടിരിക്കുന്ന ഒരു ബേബി ആയിട്ട് ആണ് ശരിക്ക് എഐനെ നമുക്ക് കാണേണ്ടത്. കാരണം എഐ എന്ത് ചെയ്യാണ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ പല പരിമിതികളും യഥാർത്ഥത്തിൽ ഇതിന്റെ ടെക്നോളജിയുടെ പരിമിതി അല്ല, ഇത് ആയി വരുന്നതിന്റെ പരിമിതി മാത്രമാണ്. ക്ലിയർ? ക്ലിയർ. ഓക്കെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് എഐ ഇത് പഠിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. കാരണം ഇത് ഇപ്പൊ നമ്മള് ശാരീരിക അധ്വാനം നമുക്ക് മെഷീൻ കൊണ്ട് ശരിയാക്കി, പക്ഷെ എങ്ങനെയാണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഐ ചെയ്യുന്നു എന്നുള്ളതിന്റെ സിമ്പിള് ഉദാഹരണമാണ് ഇപ്പൊ ഈ ചിത്രത്തിൽ ഒരു സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. അതായത് കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാണ്, കളർ പഠിപ്പിക്കുകയാണ്. കുറെ കരിക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇതാണ് മഞ്ഞ, ഇതാണ് പച്ച, ഇതാണ് ചുവപ്പ്, ഇതാണ് 1, ഇതാണ് 2, ഇതാണ് ആന, ഇതാണ് പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ചുവപ്പ് കളർ, ഇതാണ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കല്ല് കാണിക്കുന്നു. പിന്നെ ഈ കുട്ടി തിരിച്ചറിയും എന്ത്, ഒരു കൊടി കാണുകയാണ് അതേ കളറിൽ. അപ്പൊ എന്ത് കുട്ടി പറയും, ഇതുവരെ കാണാത്ത ഒരു സാധനമായിരുന്നു കൊടി. പക്ഷെ അതിന്റെ കൊടിന്റെ കളർ എന്ന് കുട്ടിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം സ്കൂളിൽ ഈ കല്ലിന്റെ റെഡിന്റെ അതേ കളറാണ് കുട്ടി വീണ്ടും കാണുന്നത്. അപ്പൊ കുട്ടി സ്വയം തിരിച്ചറിയും ആ കൊടിയുടെ കളർ റെഡ് ആണെന്ന്. ഇവിടെ ഒരു പച്ച ബോള് കുട്ടി കാണും. കുട്ടി പിന്നെ പച്ച ഇല കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ കുട്ടിയുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു പിന്നെ ലേണിംഗ്, അതായത് ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 1, 2 അല്ല പഠിപ്പിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ പിന്നെന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാം അനുസരിച്ച് അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ കുട്ടിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരും. ആക്ച്വലി ഇതേ ടെക്നിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ. അതായത് ഇവിടെയും സംഭവിക്കുന്നതാണ്, ഈ ഒരു മെഷീനും ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്. ഉദാഹരണമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ എഐ ക്യാമറ നമുക്ക് സുപരിചിതമാണ്, നാട്ടിലും വിദേശത്തൊക്കെ സുപരിചിതമായ സംഭവമാണ് എഐ ക്യാമറ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത കുറെ പിക്ചറുകൾ, പല വേരിയേഷൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയാണ് ഇതാണ് ഒരു പിന്നെ കുറ്റകൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ചിലപ്പോൾ ഒരുപാട് ഡാറ്റകൾ, 1, 2 ഒന്നും ആവില്ല, അനേകം ഡാറ്റകൾ കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കും ഈ ടൈപ്പിൽ വരുന്നതൊക്കെ എന്താണ് ഇന്നതായി കൂട്ടണം. ഒരു കുട്ടിക്ക് ഡിറ്റക്ഷൻ നടത്തിയിട്ട് ശരിയും തെറ്റും ഇട്ട് കൊടുക്കുന്നത് പോലെ ഇന്ന ശരി ഇന്ന തെറ്റ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്ത് പിന്നെന്ത് ചെയ്യും, അത് സ്വയം പഠിക്കാൻ തുടങ്ങും. ഇതിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഇങ്ങനെ എത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമുക്ക് പിന്നെ ഈ ഇതെങ്ങനെ പഠിപ്പിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ശരിയാണല്ലോ? കാരണം ഇപ്പോ കുട്ടിയെ പഠിപ്പിക്കാന് കുറഞ്ഞ സമയം കൊണ്ട് ഇത് പറ്റും. പക്ഷെ എഐ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എങ്ങനെ പഠിപ്പിച്ചു, അതിന്റെ ടെക്നോളജിയാണ്. എന്താണ് അതിനെ കുറിച്ചൊരു വാക്ക് പറയാറുണ്ട്. എന്താണ്, ഫേസ്ബുക്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എന്ത് മാത്തമാറ്റിക്സിന്റെ ഒരു പിന്നെ ടെർമിനോളജിയാണ് അതിന് ഉപയോഗിക്കാറുള്ളത്? അൽഗോരിതം. അൽഗോരിതം. ആരാ പറഞ്ഞത്? ഓക്കെ. അപ്പോ ഈ അൽഗോരിതം എന്ന് പറയും, അൽഗോരിതം എന്നുള്ള വാക്ക് പിന്നെ മധ്യകാല യുഗത്തിലെ ഖവാറസ്മിയുടെ പേരിൽ നിന്നാണ് ഉണ്ടായത്, നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ആ പേരിൽ നിന്നാണ് അൽഗോരിതം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാകുന്നത്. അൾജിബ്ര എന്നൊക്കെ ഉള്ള ഒരു സംഭവം. സത്യത്തില് പുതിയ എഐയുടെ അടക്കമുള്ള ടെക്നോളജിയുടെ തുടക്കം എന്ന് പറയുന്നത്, അതിന്റെ കൺസെപ്റ്റ് രൂപപ്പെടുന്നത് മധ്യകാല യുഗത്തിലെ മുസ്ലിം സയന്റിസ്റ്റുകളിൽ നിന്നാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിവേ, നമുക്ക് ഈ അൽഗോരിതം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ കുറെ പാറ്റേണുകൾ അത് പഠിച്ചെടുത്ത് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യുന്ന അതിന്റെ ഒരു പിന്നെ മാത്തമാറ്റിക്കൽ തിയറിക്കാണ് ഇത് പറയാം, അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ കുറിച്ച് പറയുന്ന വാക്കാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കാണുന്നത് ഫേസ്ബുക്കിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാം.
അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത്രയും കാലം ഇടപെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡാണ്. ഇതായിരുന്നു നമ്മൾ എഐനെ പഠിപ്പിക്കുക. നമ്മൾ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളുടെ കമന്റിലൂടെ, നമ്മളുടെ ചാറ്റിലൂടെ, നമ്മൾ വാട്സാപ്പിൽ ഒരാൾക്ക് ചാറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്നതിലൂടെ, യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതിലൂടെ, ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഒരർത്ഥത്തിൽ മെഷീനിങ് കമ്പ്യൂട്ടർ ലോകത്തെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഇതൊന്നും രണ്ടും അല്ലല്ലോ. ലക്ഷക്കണക്കിന് ആളുകളുടെ, കോടിക്കണക്കിന് ആളുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകളൊക്കെ എന്ത് ചെയ്യാണ്? ക്രോഡീകരിച്ച് വന്ന് അതിനെ എന്ത് ചെയ്ത് അവര് ഈ പറയുന്ന ടെക്നോളജിയിലേക്ക് കണക്ട് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ് ഈ ട്രെയിനിങ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അധ്വാനം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാനവരാശിയുടെ തന്നെ ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ എനിവേ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അവരെന്ത് ചെയ്തു? പ്രോഗ്രാം മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോ നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു ഫുഡിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോ സെർച്ച് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. സെർച്ച് ചെയ്താൽ ഇപ്പോ ഫ്ലിപ്കാർട്ട് സെർച്ച് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ പരസ്യം ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നേരെ ഇൻസ്റ്റ പറഞ്ഞാൽ അവിടെ അതിന്റെ പരസ്യം ഉണ്ടാവും, ഇവിടെ അതിന്റെ പരസ്യം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന പോലും ഇവിടെ ഡാറ്റ പിടിച്ചെടുത്തുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഫോൺ ഓൺ ആക്കിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് സംസാരിക്കുന്നൊക്കെ ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹേ ഗൂഗിൾ മറ്റുള്ള ഇതൊക്കെ വിളിക്കുമ്പോൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ഓരോന്നും പിടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കേട്ടാൽ മാത്രമേ ഉള്ളല്ലോ അവിടെ ഹേ ഗൂഗിൾ എന്ന് പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതേപോലെ സിരിയും മറ്റും ഒക്കെയുള്ള ടെക്നോളജി അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ പറയുന്നതും നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റ, നമ്മൾ ചിന്തിക്കുന്നതുമായുള്ള മുഴുവൻ ഡാറ്റകളും ഓൾറെഡി സേവ് ചെയ്ത് അതാണ് യഥാർത്ഥത്തിൽ തിരിച്ച് നമുക്ക് ഇപ്പോ AI ആയിട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രം ഒരു ഡാറ്റ അങ്ങനെ പഠിപ്പിക്കാം. ഈ ഒരു വിഷ്വലാണ് നമ്മൾ AI പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? AI കുറെ പ്രത്യേകതകൾ പറയും, അല്ലെങ്കിൽ ഒരു ചിത്രത്തിന്റെ കുറച്ച് പ്രത്യേകത പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ പൂച്ചയെ എങ്ങനെയാണ് എന്നുള്ള AI പഠിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പൂച്ചയുടെ കണ്ണിന്റെ പ്രത്യേകത, അതിന്റെ രോമം, അതിന്റെ വ്യത്യാസങ്ങൾ, അതിന്റെ തൂവല്, ഇതൊക്കെ അതിന്റെ സ്വഭാവം മൊത്തം AI പഠിപ്പിച്ചു കൊടുത്ത് ഈ കുറെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതൊക്കെയാണ് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അത് അതിന്റെ പരിമിതി, അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതേപോലെ ഒരു പുലിന്റെ ചിത്രം കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? അത് AI പൂച്ചയാണെന്ന് പറയും. ശരിയല്ലേ? അപ്പൊ കുറച്ചും കൂടി ഡീപ്പ് ലേണിംഗ് എന്നുള്ള ലെവലില് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ രണ്ടിന്റെയും സഹവാസ കേന്ദ്രങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള പ്രത്യേകതകൾ, അതിന്റെ വലിപ്പം, അതിന്റെ സ്വഭാവം, വന്യമൃഗത്തിൻ്റെതായ പ്രത്യേകതകൾ, വീട്ടുമൃഗത്തിൻ്റെതായ പ്രത്യേകത, ഇതും കൂടി ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന മെത്തേഡിലേക്ക് വരുമ്പോഴാണ് പുലി ഏതാണെന്നും പൂച്ച ഏതാണെന്നും AI മനസ്സിലാകുക. അപ്പൊ ഇങ്ങനെയുള്ള പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണാൻ കഴിയുക. അപ്പോൾ AI തന്നെ നമുക്ക് ഒരു മൂന്നായിട്ട് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഒന്ന് നാരോ AI എന്ന് പറയുന്നതാണ്. നാരോ AI എന്ന് പറയുന്നത് ജസ്റ്റ് ഇമേജ് ക്ലാസ് വ്യൂ നമുക്കറിയാലോ, ഗൂഗിളിൽ നമ്മുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അറിയില്ല. അവിടെ നമുക്ക് റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സംസാരം റെക്കഗ്നൈസ് ചെയ്യുന്നു. അതൊക്കെ നാരോ AI ആണ്. അതിനും എന്തുണ്ട്? മനുഷ്യന്റെ ഒരു AI വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ലേണിംഗ്, അല്ലെങ്കിൽ അത് അതിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും AI ആണ്. അതുകൊണ്ടാണ് നാരോ AI എന്ന് പറയുന്നത്. ജനറൽ AI എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ വെച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ AI ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ആക്ടിവിറ്റികൾക്കാണ് എന്ത് ചെയ്യുന്നത്? ജനറൽ AI എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർ ഇന്റലിജന്റ് AI എന്ന് പറയുന്നത് മനുഷ്യനേക്കാൾ AI എത്തിച്ചേരുന്ന സന്ദർഭം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അതൊരു മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു ഗ്രാഫിക്സ് ആണത്. അപ്പോൾ ഇതിന്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 ഏരിയകളുമായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ AI അതിന്റെ കൺസെപ്റ്റുകളെ 4ആക്കി തിരിക്കാൻ പറ്റും. ഒന്ന് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ അൽഗോരിതം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മെഷീനെ പഠിക്കാൻ അനുവദിക്കുക, ഡാറ്റ കൊടുത്തുകൊണ്ട് ആ പഠനത്തെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ട് അതിനെ പഠിപ്പിക്കുന്നതാണ് മെഷീൻ ലേണിംഗ്. മെഷീനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നോ, ക്ലിയർ ആകുന്നുണ്ടോ? മനുഷ്യന്റെ ബ്രെയിൻ
എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേ അർത്ഥത്തിൽ എന്ത് ചെയ്യാണ് ഡാറ്റ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. മനുഷ്യന്റെ ബ്രെയിനിൽ ഉള്ള ആ ഒരു ഒരു പിന്നെ സംവിധാനത്തെ അതേ രീതിയിൽ എന്ത് ചെയ്യാണ് ഒന്ന് അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP എന്ന് പറയും. അതായത് അതും ഈ രീതിയിൽ പിന്നെ മനുഷ്യന്റെ ലാംഗ്വേജുമായിട്ട് മനുഷ്യന്റെ എന്താണ് മനുഷ്യന് ഇടപഴകുന്ന കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം മെഷീനെ താതാത്മ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിനെ സിങ്ക് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. റോബോട്ടിക്സ് നമുക്കറിയാം, അത് പിന്നെ AI-നെയും കൂടി എന്ത് ചെയ്യാണ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് റോബോട്ടിക്സ്. അതായത് ചില പ്രോഗ്രാമിനനുസരിച്ച് എന്ത് ചെയ്യാണ് അത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ 4 സ്റ്റേജുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മെഷീൻ ലേണിംഗ്, NLP, ന്യൂറൽ നെറ്റ്വർക്ക്, റോബോട്ടിക്സ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു AI-യുടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഏത് മേഖലയിലും നമുക്ക് AI-യുടെ ഒരു സാധ്യത ഇനി നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അത് ഹെൽത്ത് ആവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള മേഖലകളാവട്ടെ, ഫിനാൻസ് മേഖലയിലാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലാവട്ടെ, പിന്നെ കസ്റ്റമർ സർവീസിന്റെ മേഖലയിലാവട്ടെ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ഡ്രൈവർ ഇല്ലാത്ത കാറുകളുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിലും. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ AI എന്ത് ചെയ്യാണ് ഇനി നമ്മളെ എന്ത് ചെയ്യും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ കടന്നു വരും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. ഇത് ഇന്ന മേഖല എന്നല്ല, ഇപ്പൊ ഈ കണ്ട അല്ലെങ്കിൽ ഇവിടെ കാണിച്ച 6 മേഖലയല്ല, നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ഏത് മേഖലയിലും AI എന്ത് ചെയ്യാം വരാം. അതിന്റെ ഒരിതൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, അപ്പോ ഇനി അതിൽ ഞാൻ പിന്നെ എല്ലാത്തിനെ കുറിച്ചും പറയാതെ അതിന്റെ ഒരു എഡ്യൂക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം അതുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ എഡ്യൂക്കേഷനിൽ മാത്രം എടുക്കുകയാണ് ഞാനിത്, ഇനി ഓരോന്നിലേക്കും ഡീറ്റെയിൽസ് പോവാതെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെൻസിറ്റി, അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. അപ്പോൾ AI നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാം. ക്ലാസ് റൂമിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ AI എന്ത് ചെയ്യാണ് സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പിന്നെ സമൂഹത്തിൽ പറഞ്ഞു ഒരുപാട് സ്കൂളുകളിൽ കേരളത്തിൽ ഇപ്പോ വ്യത്യസ്ത സ്കൂളുകൾ, ഗവൺമെന്റ് CBSE സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിന് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഇത് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് ഇതിന്റെയൊക്കെ സാധ്യത എത്രത്തോളം അവരുടെ ലൈഫിൽ ഇത് ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു ടൂളായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ ആ ടൂള് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും 100 കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം. ഇങ്ങനെയുള്ള വലിയ സാധ്യത ഈ ഒരു മേഖലയിൽ ഉണ്ട്. ഇത് പലപ്പോഴും നമുക്കൊരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പിലൂടെ ആണ് ഇത് പലതും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേണ്ടത്ര രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം AI-നോട് അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ നമുക്ക് പ്രോംപ്റ്റിംഗ് എന്ന് പറയുക. അതായത് നമ്മൾ AI-നോട് അങ്ങോട്ട് ചോദിക്കുക അല്ലെങ്കിൽ AI-ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ കൊടുക്കണമെങ്കിൽ ഈ പ്രോംപ്റ്റിംഗിന്റെ ടെക്നിക്ക് അറിയണം. അപ്പൊ അത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നമുക്ക് ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കരിക്കുലം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം പിന്നെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കണ്ടന്റ് മേക്ക് ചെയ്യാനും അത് പഠിപ്പിക്കുവാനും നമുക്ക് എന്ത് ചെയ്യും AI ഉപയോഗിച്ചുകൊണ്ട് കഴിയും. ഈ ലെസൺ പ്ലാനുകൾ ഇപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷന്, അതുപോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷന്, ഇമേജ് ജനറേഷൻ, വോയിസ് ജനറേഷന്, അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസിങ്, വീഡിയോ ജനറേഷന്, ക്ലാസ് റൂമിലെ ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കണം, അതിന്റെ ഇൻട്രോ എങ്ങനെ ആവണം, ആക്ടിവിറ്റികൾ എങ്ങനെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യണം, ക്വിസ് ഒരു കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനെങ്ങനെ AI ഉപയോഗിക്കുക, ഇനിയിപ്പോ ഒരു ഫ്ലയർ ക്ലാസ്സിൽ നിർമ്മിക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഏരിയകൾ നമുക്ക് ഈ പറയുന്ന എന്ത് പിന്നെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ മൈന്യൂട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാലത്ത് ഇനി AI മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലൈഫ് തന്നെ ഒരു പക്ഷേ അസാധ്യമാണ്, അല്ലെങ്കിൽ അത് പ്രശ്നമാകും, അല്ലെങ്കിൽ വേണ്ടത്ര ഇതിൽ എഫക്റ്റീവ് ആവില്ല എന്നിടത്താണ് കാര്യങ്ങൾ പോക്ക്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൺ വേ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുഹൈർ സാഹിബ്. സാഹിബ് നമുക്ക്
ക്വസ്റ്റ്യൻ സെക്ഷനിൽ Q&A പോകാം. യെസ്. ചാറ്റിലൂടെ ചോദിക്കുന്നവർക്ക് ചാറ്റിലൂടെ ചോദിക്കാം, ഡയറക്റ്റ് ചോദിക്കുന്നവർക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റ് ചോദിച്ചോളെ, മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോളെ. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയാണ് കൂടുതൽ ഉപകരിക്കുക? ഓക്കെ, നിങ്ങളിപ്പോ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ആളുകള് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്ത്, നമ്മളുടെ പിന്നെ AI നമ്മളെ റീപ്ലേസ് ചെയ്യോ എന്നുള്ളത്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കുള്ള പിന്നെ സ്ലൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. AI നമ്മളെ റീപ്ലേസ് ചെയ്യോ, പ്രൊഫഷണൽ മേഖലയിൽ നമുക്ക് ഇത് ബാധിക്കുമോ എന്നുള്ളത്. അതിനിപ്പോ കൊടുക്കാവുന്ന ഒരു മറുപടി എന്താ വെച്ചാൽ, AI നമ്മളെ റീപ്ലേസ് ചെയ്യില്ല, പക്ഷെ AI പഠിച്ച ആളുകൾ ചിലപ്പോ നിങ്ങളെ റീപ്ലേസ് ചെയ്യും എന്നതാണ്. കാര്യം മനസ്സിലായ? അതായത് പിന്നെ AI ഡയറക്റ്റ് ഒന്നും റീപ്ലേസ് ചെയ്യാവൂല ചെയ്യാം. ഒരു ഓഫീസില് 5 പേരുണ്ട് വിചാരിക്കുക, 4 പേർക്ക് AIയോ ഒന്നും അറിയാതെ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ 4 ആളെ പണിയും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 4 ആൾക്ക് അവിടെ വേക്കൻസി ഇല്ല. ശരിയല്ലേ? മാത്രല്ല ഇയാൾക്ക് ഈ 5 ആളെ അല്ല 10 ആളെ പണി എടുക്കാനും കഴിയും, ഇരട്ടി സാലറി വാങ്ങാൻ പറ്റും. അവിടെയാണ് നമ്മള് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ വെയർ ഹൗസിങ് ഈ മേഖലകളിലൊക്കെ ഈ AI അതിന്റെ ഒരു ഫ്യൂച്ചർ ഏത് ടെക്നോളജി ആയിരിക്കും കൂടുതൽ വരാനുള്ള ഒരു സാധ്യത? അപ്പൊ നിങ്ങളൊരു 3-4 ടെക്നോളജീസ് ഇവിടെ പറഞ്ഞില്ലേ, മെഷീൻ ലേണിംഗ് അതുപോലെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ അതിൽ ഏത് ടെക്നോളജിയാണ് ഈ ഒരു മേഖലയിൽ കൂടുതൽ വരാനുള്ള ഒരു സാധ്യത? അത് എന്താ വെച്ചാൽ ഒരു AI പിന്നെ AI പഠിപ്പിക്കുന്ന അതിന്റെ ഒരു പിന്നണിയിൽ നടക്കുന്ന ചില പ്രോസസ്സിന്റെ പേര് മാത്രമാണ്, ഇന്നതെന്നില്ല അല്ല. അതൊക്കെ എന്ത് ചെയ്യാണ്, അതൊക്കെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് വരുന്നത്. ഇപ്പോ മറ്റേ ടെസ്ല കാർ ഉണ്ടല്ലോ, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ രംഗത്തുള്ള ഒരു സാമ്പിൾ ആണല്ലോ ടെസ്ല ഡ്രൈവർലെസ് കാർ. അതെ അതെ. ഈ ടെസ്ല കാറിന്റെ കാര്യത്തിൽ തന്നെ എടുത്ത് നോക്കി. കാരണം അവിടെ പിന്നെ ഓൾറെഡി പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, പിന്നെ ഡ്രൈവർ അവിടെ ഇരുന്നാൽ മതി. ജസ്റ്റ് ഇനിയിപ്പോ ഡ്രൈവർ അവിടെ ഇരിക്കണം എന്നില്ല, അല്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഡ്രൈവർ എന്ത് ചെയ്യുന്നു, സീറ്റിൽ എടുത്താൽ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ മാനസികമായിട്ട് സംഭവിക്കുന്ന ചില പിന്നെ ആക്സിഡന്റുകൾ ഉണ്ടാവും. നമുക്ക് 2 കണ്ണേ ഉള്ളൂ, നമുക്ക് മുന്നിലും ബാക്കിലും സൈഡിലും കണ്ണുകളില്ല. നമുക്ക് ആകെ മുന്നിലത്തെ ഒരൊറ്റ കാര്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം, ചുറ്റും കണ്ണുകളാണ്. കണ്ണ് വേണം മുകളിലും താഴെയും. ഒരു കവിത ഉണ്ടല്ലോ, കണ്ണ് വേണം ഇരുമുറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കവിത. ഇതേപോലെ ചുറ്റും കണ്ണുകളാണ് യഥാർത്ഥത്തിൽ AI സംഭവിക്കുന്നത്. അപ്പോ ഒരു അപകടം നടക്കുമ്പോ അല്ലെങ്കിൽ നടക്കുന്നതിന് മുമ്പ് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, വണ്ടിയെ സേഫ് ആക്കാൻ ഇവിടെ AIക്ക് കഴിയും. ചിലപ്പോ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അത്. അതിനെന്ത് ചിലപ്പോ ഒരു വണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവില്ല, നമ്മുടെ റോഡും ഒക്കെ അങ്ങനെയാണോ, ഒരിക്കലും ഒരു ആക്സിഡന്റ് സംഭവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ഗ്രാവിറ്റി കുറക്കുന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ട അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ അതൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്. ആക്ച്വലി പിന്നെ ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ അത് എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് നോക്കണമില്ല. അത്രയും അതെന്ത് ചെയ്തു, നിലവിൽ അപ്ലൈ ആയി കഴിഞ്ഞ കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും അതിലറിയണോ? ഹലോ സാർ, ഹലോ സാർ, നമ്മളിപ്പോ ഓരോ സെക്ടറിൽ എൻ്റെ പേര് ആരിഫ് എന്നാണ്. ക്ലാസ് ഒക്കെ അൽഹംദുലില്ലാ നന്നായി കേട്ടു. പിന്നെ നമ്മളിപ്പോ ഓരോ സെക്ടറിലേ, ഇപ്പൊ ഞാൻ ഫിനാൻസിലാണെങ്കിൽ നമ്മള് ഫിനാൻസ് അതേമാതിരി ഓരോ സെക്ടർ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഈ ഫിനാൻസ് സെക്ടറിലേ എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളെ പ്രൊഫഷണൽ ഇതിലേക്ക് കൊണ്ടുവരാ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ചെയ്യണോ, അങ്ങനെയൊക്കെയാണ് എന്റെ സംശയങ്ങൾ. നമുക്ക് അതിനെ ഉൾപ്പെടുത്താം. ഫിനാൻഷ്യൽ മേഖലയല്ലേ? അപ്പൊ ഇതിലൊക്കെ എന്താ വെച്ചാല് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊക്കെ പിന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ആപ്ലിക്കേഷനുകളും പുതിയ പുതിയ പിന്നെ എന്താണ് സാധ്യതകളും സോഫ്റ്റ്വെയറുകളും ആപ്പുകളും വന്നുകൊണ്ടിരിക്കണം. 1000കണക്കിന് 10000കണക്കിന് ഇപ്പോൾ AI ആപ്പുകൾ ഉണ്ട്. പലതും പെയ്ഡ് ആണ്, പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നിലവിലുള്ള ഒരു സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചിലപ്പോ
നമുക്ക് അളക്കാൻ കഴിയില്ല. പലതും നമുക്ക് അറിയാത്ത ഉണ്ടാവും, വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതിലെന്താ വെച്ചാൽ നമ്മളൊരു അപ്ഡേറ്റ് നിരന്തരം ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത്. അതേ സമയത്ത് ഇപ്പൊ നമ്മൾ നിലവിൽ കയ്യിലുള്ള ആപ്പുകളിലേക്ക് മാത്രം വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു 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 ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾക്ക് AI മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് ബോട്ടിനെ ChatGPT മാറ്റാൻ പറ്റും. നിങ്ങളൊരു ഡാറ്റ കൊടുത്താൽ ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടല്ലോ, അതായത് അവർക്ക് നിങ്ങൾക്ക് നൽകുന്ന ചില ഉപദേശ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ എന്ത് ചെയ്യും, ആ നിലക്ക് AI തരും. നിങ്ങൾ അങ്ങോട്ടൊരു ബൾക്കായിട്ട് ഡാറ്റ കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് സോർട്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ആ ഒരു പിന്നെ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ഒരു കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനെ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്ന പോലെ തന്നെ AI എന്ത് ചെയ്യും, അതിനേക്കാൾ നന്നായിട്ട് ഒരുപക്ഷെ ഒരു മാസം ഇരുന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, AI അത് റിപ്പോർട്ടാക്കി തരും. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ക്യാഷ് ചെലവഴിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളും ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾക്കകത്ത്, മിനിറ്റുകൾക്കുള്ളിൽ ഇതൊക്കെ ചെയ്യാൻ പുതിയ സാങ്കേതിക വിദ്യ കഴിയും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇന്റലക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതന്നെ ഇന്റലക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സോഫ്റ്റ്വെയർ ബേസിൽ, കമ്പ്യൂട്ടർ ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ബദലായി വരും. ഇപ്പൊ ചിലതൊക്കെ വന്നിട്ടുണ്ടാവും, ചിലതൊക്കെ നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാം. പലർക്കും ഇപ്പോ നമ്മളുടെ ഫീൽഡിൽ എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് പോലും നമുക്ക് പലർക്കും അറിയില്ല. നമ്മളൊക്കെ ഓരോന്നും ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ അകത്ത് തന്നെ നമുക്ക് വേണ്ട പലതും ഉണ്ടാവും. അപ്പൊ അത് നമ്മള് ഒന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കുറെ കൂടി നമുക്കത് മനസ്സിലായത്. ഹലോ. ആ ഓക്കെ, എന്റെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ അവസാനിപ്പിച്ച ഒരു ഉത്തരത്തിൽ നിന്നാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണ് ഈ ഒരു സംഭവം. അപ്പൊ അതിൽ എക്സ്പെർട്ടൈസ് മനുഷ്യന്മാർ പല കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് ആവും. ഈ എക്സ്പെർട്ടൈസ് ഒക്കെ ആക്ച്വലി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI ടൂൾസിൽ ഓൾറെഡി അവൈലബിൾ ആകുമ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയല്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ഒരുപാട് സാധാരണഗതിയിലുള്ള ഒരുപാട്, ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡ്രാഫ്റ്റ് ചെയ്യുക, ചെറിയ ചെറിയ ട്രബിൾ ഷൂട്ടിങ്സ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ തന്നെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രത്യേക കാര്യത്തിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളത് ഈ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വരില്ലേ? ഈ ഒരു ടൂള് പഠിക്കാന്നതിനേക്കാൾ ഉപരി ഒരു ടെക്നോളജി പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഇത്തരം ടെക്നോളജി ഒരു ചാലഞ്ചായി വരുന്നതോടുകൂടി അതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു അധ്വാനമായിട്ടില്ലേ വരിക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള AI ടൂൾസുകളും മറ്റുമൊക്കെ വരുന്നത്, ഇത് ഞാൻ ടെക്നോളജി ബന്ധപ്പെട്ട ചോദ്യമല്ല. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുന്നതോടുകൂടി ടെക്നോ ഫ്യൂഡലിസം അതിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന, അത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ലോകത്ത് പിടിമുറുക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ? ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയോ? ആദ്യം പറഞ്ഞത് ആക്ച്വലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു CA ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻസ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ സമ്മറി തരിക, അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ തരിക, ഇതൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങള് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്പേർട്ട് സാധാരണ അതിൽ ഇത്തരത്തിലുള്ള എക്സ്പേർട്ട് ആയിട്ട് കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത്തരം കാര്യങ്ങൾ ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സ്കിൽ സെറ്റുകൾ മനുഷ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു അധ്വാനല്ലേ വരിക? അതെ, ഓക്കെ. ഇത് പിന്നെ നമ്മളിപ്പോ വലിയൊരു സ്കില്ലായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഇത് എന്താണ്, താളിയോലകളില് ഒപ്പിണ്ടാക്കി എഴുതുക എന്നുള്ളത് ഒരു കാലത്ത് ഡോക്യുമെന്റേഷന്റെ വലിയൊരു ഏരിയ ആയിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറെ കൂടി നമ്മളുടെ ഒരു സ്കില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പേപ്പറുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറെ കാലം മുന്നോട്ട് പോയി. അവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരുപാട് ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ടൈപ്പിംഗ് സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മുന്നോട്ട് പോയി. അവിടുന്ന് ശേഷം ആ ടൈപ്പ് റൈറ്റർ ഒഴിവാക്കിയിട്ട് കീബോർഡ് സംഗതികളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ കുറെ സ്കില്ലുകൾ അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു വെച്ചാൽ
വെറുതെ പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വെച്ചാല് ഓരോ സ്കില്ലുകളും അതാത് കാലത്ത് നമുക്ക് എന്തിനൊക്കെ ആവശ്യം എന്നുള്ളതിനനുസരിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല സ്കില്ലുകളും ഒരുപക്ഷെ റീപ്ലേസ് ചെയ്യേണ്ട വരികയോ അല്ലെങ്കിൽ അത് മാറ്റപ്പെട്ടേ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, പിന്നെ പണ്ട് ഒരു പ്രധാനപ്പെട്ട പഴയ ആളുകൾക്കൊക്കെ ഉള്ള സ്കില്ലായിരുന്നു എഴുതി എഴുതി ഇങ്ങനെ കൂട്ടുക എന്നുള്ളത്. താഴെ താഴെ അങ്ങനെ എഴുതി കൂട്ടുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കാൽക്കുലേറ്റർ വന്ന സമയത്ത് ആ ഒരു സ്കില്ല് പോയി. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടിയും ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടിയും വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വശം അതിന്റെ കാര്യം മനസ്സിലാവാതല്ലേ പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മൾ ഈ നമ്മളുടെ ഒരുപാട് മേഖലയിലുള്ള നമ്മളുടെ സ്കില്ല് അത് ഇനി അങ്ങനത്തെ ഒരു കാലം അല്ല വരുന്നത്. അപ്പൊ ഈ പുതിയ കുട്ടികളോട് നിങ്ങൾ പഴയ സ്കില്ല് അനുസരിച്ച് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ ചോദിക്കുക? മനസ്സിലായില്ലേ? അതെ അതെ മനസ്സിലായി. അത് 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 ശരിയാണ്. അപ്പൊ ഒരു എനിക്ക് ഫോട്ടോഷോപ്പ് തോന്നുന്നു ഒരു നമ്മൾ സിമ്പിൾ ഒരു കാരണം മറ്റൊരു വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമൊക്കെ നമ്മള് ഇന്റലിജന്റ് ആൾക്കാരും ഈ മെഷീൻസ് ഡംബായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം പോകുന്നതോടുകൂടി നമ്മൾ ഡംബായി വരികയും മെഷീൻസ് ഇന്റലിജന്റ് ആയി മാറുകയും ചെയ്യണോ സാധാരണ ജനറലി എല്ലാരും അല്ല പറയുന്നത്, ജനറലി ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഓക്കെ. അപ്പൊ ഇത് നല്ല പോയിന്റ് ആണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ആദ്യം അഡ്രസ് ചെയ്ത്. രണ്ടാമത് നിങ്ങളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു പിന്നെ ടെക്നോളജി പരമായിട്ടുള്ള ഒരു സംഭവങ്ങള്. അപ്പൊ ഈ ആദ്യം പറഞ്ഞ സംഗതിയില് പിന്നെ എന്താണ് ഒരു കുട്ടീന്റെ ഒരു കഥ പറയണ്ടേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ആ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ഈ ടെക്നോളജിയുടെ ഈ പറയുന്ന ഒരു ആധിക്യം നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് മുകളിൽ ടെക്നോളജി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകല്ല വഴിയില്ല എന്നുള്ളിടത്താണ് ഇപ്പൊ കാര്യങ്ങളുള്ളത്. കാരണം നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാതെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇനിയൊരു ജനറേഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടെക്നോളജി ആവശ്യമില്ല. ഇപ്പൊ ഒരു ഫോട്ടോഷോപ്പിൽ ഒരുപാട് സമയം എടുത്ത് ക്രോപ്പ് ചെയ്തിരുന്ന കാര്യം ജസ്റ്റ് ഇതിൽ ഇടുമ്പോൾ അത് കിട്ടുക, റിസൾട്ട് ആൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതായത് നമ്മൾക്ക് പിന്നെ റോള് എന്താണെന്നുള്ളത് അത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ആ രീതിയിൽ നമ്മൾ പറയാൻ പറ്റൂല ഒരു പക്ഷേ. കാരണം നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയ ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഇപ്പൊ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. ഇതിനപ്പുറത്തേക്കും ഇത് ചെലവഴിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പിന്നെ ഒരു ദിവസത്തിൽ തന്നെ 24 മണിക്കൂറിന്റെ ടൈം ബൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ വർക്കിംഗ് ടൈമായിട്ട് ഒരു 8 മണിക്കൂർ എടുക്കുക. ഈ 8 മണിക്കൂറിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കായിരുന്നു 6 മണിക്കൂർ ചെലവഴിച്ചിരുന്നത്. ഈ 6 മണിക്കൂറിന്റെ കാര്യം അരമണിക്കൂർ കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ഇവിടെ ചെയ്യുമ്പോൾ ബാക്കി 7 മണിക്കൂർ നമ്മൾക്ക് നമ്മളുടെ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. നമ്മൾ അതല്ലാത്ത മേഖലകളിലേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അതൊരിക്കലും ഇവിടെ ഇതാകുന്നില്ല. നമ്മളുടെ ബ്രെയിൻ ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പിന്നെ യൂസ്ലെസ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരുപക്ഷെ ഈ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി മേഖലയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും, കുറച്ചുകൂടി ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഒരു ക്ലാസ് റൂമിലേക്ക് തന്നെ വരിക. ഒരു ടീച്ചർ 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് പ്രസംഗിച്ച് അധ്വാനിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ കുട്ടിക്ക് ഈ ഓരോ കുട്ടിയെ ശ്രദ്ധിക്കാനൊന്നും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടൈമില്ല. ഇവിടെ ഈ ടീച്ചർ ഈ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആ കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിക്കാൻ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 5 മിനിറ്റ് കഴിയുമെങ്കിൽ ബാക്കിയുള്ള 40 മിനിറ്റ് ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കാനും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും ടീച്ചർക്ക് ഉപയോഗിക്കാം. അങ്ങനെയും ഒരു തലങ്ങളുണ്ടല്ലോ. നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ടെക്നോളജി റീപ്ലേസ് ചെയ്താലും ഇനിയും റീപ്ലേസ് ചെയ്യാത്ത മേഖലകൾ നമുക്കുണ്ട്. അവിടെയാണ് നമുക്ക് ഇമോഷന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ആത്മീയതയുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റുള്ള സപ്പോർട്ടുകൾ, അവർക്കുള്ള മെന്റൽ സപ്പോർട്ടുകളുടെ മേഖലയിൽ ഇവിടെ ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. നമുക്ക് തന്നെ ഒരു റിലാക്സ് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൂടെ. ഇപ്പൊ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ജോലിയുടെ ഒരു സ്ട്രെസ്, അതൊക്കെ ഒരർത്ഥത്തില് നമുക്ക് ആ കാര്യങ്ങൾ ഇപ്പോ 8 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഓഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ അതേ ജോലി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ 1.5 മണിക്കൂർ കുടുംബത്തിലൂടെ വെറും ചെയ്യണ്ട, കുടുംബത്തിന് കൊടുക്കാലോ. ആ കുടുംബത്തിന് കൊടുക്കാതെയാണല്ലോ ഇപ്പോ നമ്മള് കമ്പനിക്ക് വേണ്ടി കൊടുക്കുന്നത്, മക്കൾക്ക് വേണ്ടി കൊടുക്കാലോ.
ഓക്കെ, താങ്ക് യു സുഹൈർ സാബ്. ഇത് ഏതായാലും ഫ്യൂച്ചറിൽ ഓഫ് കോഴ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഓപ്പൺ ആവുന്നതായിരിക്കും ഇത്തരം ഫീൽഡുകളിലൊക്കെ. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ ഈ പറഞ്ഞതിന് സുഹൈർ സാർ, എന്തെങ്കിലും അല്ല ആ, സ്പീക്കേ, ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും കൗണ്ടർ ചെയ്ത് എന്തെങ്കിലും കുറിച്ച് പറയാം. ഞാന് സംസാരിച്ചെന്നുള്ളൂ. ഇല്ല അതിനെന്തെങ്കിലും ഇല്ല സുഹൈർ സാർ, ഇല്ല നിങ്ങൾ അതൊരു സംസാരിക്കുമ്പോഴാണ് നമുക്കും ബാക്കിയുള്ളവർക്കും പഠിക്കാൻ പറ്റുക. ഇല്ല കൗണ്ടർ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇതിലെ അവസാന വാക്കൊന്നല്ലേ, ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം. അല്ല ഇത് നിങ്ങൾ മനസ്സിലായില്ലേ? പറഞ്ഞ വളരെ യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് ഇതിനെ ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഏരിയയിൽ നമ്മൾ മോർ എക്സ്പെർട്ട് ആവുക, അല്ലെങ്കിൽ ലേൺ ചെയ്യുക, അതിനെ ബെറ്റർ ആയിട്ട് രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. സുഹൈർ സാഹിബ്, ആ ഇപ്പൊ ഈ SBK പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ ഇതിനകത്തുള്ള പലരും ഡിഫറെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. മാർക്കറ്റിലോ, സെയിൽസിലോ, അക്കൗണ്ട്സിലോ, അഡ്മിനിസ്ട്രേഷനിലോ, ഹെൽത്തിലൊക്കെ ഡിഫറെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അത് ഒരു ട്രഡീഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്നെയാണ് പറയുന്നത്. ഒരു ട്രഡീഷണൽ കോഴ്സ് ചെയ്ത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. AI ഒരു റിയാലിറ്റിയാണ്. ഇപ്പൊ അത് വന്നാൽ ജോലി പോകുമോ, അല്ലെങ്കിൽ അത് വന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിന് നമ്മൾ തിങ്ക് ചെയ്യുന്നതിനൊപ്പം AI റിയാലിറ്റിയാണ്. AIയുടെ ഒപ്പം നമ്മൾ ജീവിക്കേണ്ടി വരും. അത് പേഴ്സണൽ ലൈഫിലും കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലും AIയുടെ ഒപ്പം തന്നെ ജീവിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ, ഈ AI നമുക്കെങ്ങനെ ഇപ്പം ആസ് എ ഒരു കൊമേഴ്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സെയിൽസിലോ മാർക്കറ്റിലോ അക്കൗണ്ട്സിലോ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം AI നമുക്കെങ്ങനെ ലേൺ ചെയ്യാൻ പറ്റും? അപ്പം ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽസിന് എവിടെ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും? അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിനുള്ള സപ്പോർട്ടുകൾ, നമുക്ക് ഇതിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇതിനെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ല ഇതിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ അത് ആ അതിന്റെ രീതിയിൽ ഒരു സജഷൻ വിഷയം. ആണ് വേണ്ടത്? റിയാലിറ്റി. ഓക്കെ, ഇതിപ്പോ ഒരു പുതിയൊരു ടോപ്പിക്കാണ്. സത്യത്തിൽ ഞാൻ ഇതിലേക്ക് വന്നത് ഒരു IT പ്രൊഫഷണൽ മേഖലയിലോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെ ആളല്ല എന്ന് ആദ്യം പറയാണ്. ഞാൻ ഇതിലൊരു പാഷനേറ്റ് ആയിട്ട് ഇതിലേക്ക് വന്നതാണ്. ഇപ്പൊ 6 മാസം മുമ്പ് വരെ അൽജാമിയയിലെ ലൈബ്രറിയനായിരുന്നു. അവിടെ 7 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ബൈ ദ വേ, സുഹൈർ അലിയുടെ പിന്നെ ഒരു ജൂനിയർ ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ നെക്സ്റ്റ് അത് പേഴ്സണലി പറഞ്ഞു. ഞാൻ വാടനപ്പള്ളി തലക്കുളത്ത് പഠിച്ചതാണ്. മാസിൻ. ഓക്കെ ഓക്കെ ഓക്കെ. മാസിൻ അല്ല, അപ്പോ ഷുഹൈബ് ആണ് എന്റെ പേര്. പിന്നെ മാസിൻ മോഹന്റെ ഷോയിബ് പേരാണ്. ആണല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പോ വടനപ്പള്ളി ഇക്ബാലിന്റെ ഒക്കെ 6 ബാച്ച് വർഷം ആയിരുന്നു. സീനിയർ ഇക്ബാലിന്റെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ബാച്ച് ആയിരുന്നു. ഷോയിബിന്റെ. അല്ല, അതെ അതെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ. അതിനുശേഷം പിന്നെ കോഴിക്കോട് ലൈബ്രറിയിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്തൊക്കെ ടെക്നോളജി പരമായിട്ടുള്ള ട്രെയിനിങ് സൈഡായിട്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല്, പിന്നെ ഈ രണ്ട് രീതിയിൽ പിന്നെ AI സംഭവങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി കുഴയുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. ഒന്ന് പിന്നെ AI പ്രോഗ്രാമിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ കോഡിങ്, അതിന്റെ പ്രോഗ്രാമിംഗ്, അതിന്റെ ഒരു AI ടൂള് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം. ഇപ്പൊ ഇന്നിപ്പോ സ്കൂളുകളിലൊക്കെ നടക്കുന്ന റോബോട്ടിക്സ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ, അതൊക്കെ നടക്കുന്നത് ഇതിന്റെ ഒരു ടെക്നോളജി എങ്ങനെ പഠിക്കാം, ഇതിന് പിന്നിൽ എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഒരു ഏരിയ. അതാണ് ആക്ച്വലി ഇപ്പോ പിന്നെ കോഴ്സുകളായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ കൊടുക്കുന്ന ഈ പറയുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. പ്രൈവറ്റ് ആയിട്ടും മറ്റൊക്കെയുള്ള ഒരുപാട് ഏജൻസികൾ ഈ കോഡിങ്ങും മറ്റ് കാര്യങ്ങള്, പിന്നെ മെഷീൻ ലേണിംഗ്, അതല്ലെങ്കിൽ ഡാറ്റ സയൻസ്, ഇതൊക്കെ ഈ ഒരു ഏരിയയാണ്. ഇതിന്റെ ഒരു ബാക്ക് ഉള്ള വർക്കുകൾ. അതാണ് ഒരു ഏരിയ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് പൊതുവെ ഉള്ളത്. പൊതുവെ ഇപ്പോ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ AI എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലയിടത്തും വന്നിട്ടില്ല. ഓൾറെഡി ചിലപ്പോ ബിടെക്കിന്റെ കൂടെ ഒരു പേപ്പർ ആയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഏരിയ ഒക്കെ ആയിട്ട് ചില കോളേജ് സ്വന്തമായിട്ടൊരു സംഭവമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ നിലവിൽ ഇപ്പോ ഇതുള്ളത്. അല്ലെങ്കിൽ അഡീഷണൽ സ്കിൽ കോഴ്സ് ഒക്കെ ആയിട്ടാണ് നിലവിൽ AI ഉള്ളത്. അപ്പൊ അതാണ് അതിന്റെ ഒരു വിഷയം. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളിപ്പോ ഇനിയിപ്പോ അതിന്റെ ഒരു പിന്നെ പുതിയ തലമുറ അത് അറിയും വേണം. അവർക്ക് എന്താണ്, അവർ ഈ ലോകത്തേക്ക് വരേണ്ട ആളുകളാണ്. അപ്പൊ അവർക്ക് ആ സ്കില്ല് കിട്ടണം. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടണം. അതേസമയത്ത് നമ്മളെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഒരു മറ്റൊരു ഏരിയയാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഈ AI, നിലവിലുള്ള AI നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഏരിയ. അപ്പൊ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ശ്രമം നടത്തിയത്. അതാണ് ഈ സീരിയസ് എഡ്ജ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം.
അപ്പോ ഇതില് നമ്മളിപ്പോ ഇറങ്ങിയപ്പോൾ ഉള്ള അനുഭവം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു സ്പേസ് ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മളൊരു 3 ഡേ വർക്ക്ഷോപ്പ് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. ഇപ്പൊ 4 ബാച്ച് കഴിഞ്ഞ് ഓരോ ബാച്ചിൽ ഒരു 20-30 പേര് വെച്ചുകൊണ്ടാണ് ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ആഴ്ച, അതായത് ജൂലൈ 23-25 ഇതേ വർക്ക്ഷോപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് മീഡിയ വൺ അക്കാദമിയുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് ഇതേ AI ആൻഡ് മീഡിയ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വർക്ക്ഷോപ്പ് ഈ പറയുന്ന ഒരു ശ്രമമാണ്. നിങ്ങൾ ഈ പറഞ്ഞ സാധ്യതകളുണ്ടോ ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ആളുകളുടെ ശ്രമങ്ങളാണ് നിലവിൽ. പക്ഷെ അത് അത്ര വൈഡായിട്ടോ മറ്റൊന്നുമില്ല. പക്ഷെ ഇത് ഇറങ്ങിയ സമയത്ത് ഇങ്ങനത്തെ ഉള്ള എൻക്വയറികൾ വരികയും നിങ്ങളിപ്പോ വിളിച്ച പോലെ തന്നെ ഒരു മെയ് മാസത്തിലൊക്കെ കംപ്ലീറ്റ് ഡേറ്റുകളും ഈ CBSE സ്കൂളുകളിലെ ECL സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് ഷെഡ്യൂൾഡ് ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് പല കാര്യങ്ങളും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ടീമിനെ മാത്രം വെച്ചുകൊണ്ട് അതിലേക്ക് വേണ്ട എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഓഫ്ലൈൻ ആണെന്നാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഓൺലൈൻ ആകുമ്പോൾ ചിലപ്പോൾ കുറെ പരിമിതികളുണ്ട്. കാരണം ഇത് ചെയ്തു നോക്കുമ്പോഴാണ് പലതും ഡൗട്ട്സ് ഉണ്ടാകുക. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം ഓൺലൈനിൽ വരും. അപ്പൊ ഓഫ്ലൈനാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും. അതില് ക്യാമ്പസുകളിൽ പോയി ചെയ്യാറുണ്ട്. നമ്മളൊരു പരിപാടി വെച്ചിട്ട് അവിടേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ട്. ഈ ജൂലൈയിൽ കഴിഞ്ഞ മാസം നടന്നിരുന്നു. അന്നും 25ഓളം പ്രവാസികളടക്കം ആളുകൾ പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ പല ആളുകള് വിദേശത്ത് ഇത്തരത്തിലുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്നും അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങൾ ഇതിലുണ്ടോ അറിയില്ല. അപ്പോ നൗഷാദ് നീഡോലിയൊക്കെ ആ വിഷയം ഒന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ എനിവേ നമുക്ക് അങ്ങനെയുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് ലൈവായിട്ട് സെഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനത്തെ ഉള്ള എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പോ വേറെ പ്രൊഫഷണൽ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഏരിയ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുക. ഇപ്പൊ നിലവിൽ പലരും അങ്ങനെ ഇൻഡിവിജ്വലി ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ നിലവിൽ കേരളത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്ഥാപനങ്ങളിൽ പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ അത്തരത്തിലുള്ള റിസോഴ്സ് പേഴ്സന്റെ കുറവ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്കൂളുകളിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല. സർക്കാർ തലത്തിൽ ഈ AI ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഗതി ഇതേ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലതും ഒരു ചടങ്ങൊക്കെ സ്വഭാവത്തിലാണ് നടക്കുന്നത്. പങ്കെടുത്ത ആളുകൾ തന്നെ പറയുന്നത് പലതും വേണ്ടത്ര എഫക്റ്റീവ് ആയിട്ടല്ല പോകുന്നത്. അപ്പോ ഇതിലിപ്പോ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട് നിലവിൽ. അതൊരു പുതിയ വിഷയമാണ്. അപ്പോ നമുക്ക് ഇതിലിപ്പോ കുറച്ച് ആളുകൾക്ക് ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ ഈ ചോദിച്ച ആളുകൾക്ക് തന്നെ ഇന്ന മേഖലയിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാം. അതിന്റെ സാധ്യതകൾ അന്വേഷിക്കാം, പഠിക്കാം. നിലവിൽ അതിൽ ഉള്ള ആളുകളുടെ സമയം അല്ലെങ്കിൽ അവരുടെ സംഗതികൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഒരു എന്താ പറയാ സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല. ഇത്തരത്തിലുള്ള ചെറിയ ശ്രമങ്ങളാണ് ഈ വിഷയത്തിൽ നിലവിലുള്ളത് എന്നാണ് അതിനെ കുറിച്ച് പറയാം. ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓൺലൈനിൽ ഈ വിഷയം പല ടീമും ചെയ്യുന്നുണ്ട്. ചില ടീമൊക്കെ നന്നായിട്ട് നമ്മൾക്ക് ഇപ്പോ നല്ല ക്യാഷ് ഈടാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഇതും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ടീം ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് വെറും ഒരു ക്യാഷിന് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നമ്മൾ പോയി പെടരുതെന്നുള്ളൂ. അങ്ങനെയും പലതും ഉണ്ട്. നമ്മൾ തന്നെ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല കോഴ്സുകളും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ചെയ്യുമ്പോ പൈസ ചിലപ്പോൾ പോവാം. അങ്ങനെയൊക്കെ വരും ഇതിന്റെ ഓരോ പരീക്ഷകൾ നടത്തുന്ന സമയത്ത്. അപ്പൊ ഇത് ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ മതി. ഓൺലൈനിൽ പല കാര്യങ്ങളും കാണും. അപ്പൊ അതിന്റെ ഒരു അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ ടെസ്റ്റിമോണിയിലൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യം.